ഇറാൻ ഇസ്രയേൽ സംഘർഷം കൂടുതൽ കടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. ഇസ്രയേലിലെ പെദഡ്കവയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന ഡ്രോൺ നിർമ്മാണ കേന്ദ്രത്തിന് നേരെയും ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായി. യുദ്ധഭൂമിയിലെ ഏറ്റുമുട്ടലുകൾ മാത്രമല്ല, പ്രതിരോധ ഉൽപ്പാദന സംവിധാനങ്ങളെയും ലക്ഷ്യമിടുന്ന ഒരു പുതിയ തന്ത്രപരമായ മാറ്റമായാണ് ഇതിനെ കാണുന്നത്. ഇറാൻ ഇസ്രയേൽ സംഘർഷം കൂടുതൽ കടുത്ത ഘട്ടങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും യുദ്ധഭൂമിയിലെ ഏറ്റുമുട്ടലുകൾ മാത്രമല്ല, പ്രതിരോധ ഉൽപ്പാദന സംവിധാനങ്ങളെയും ലക്ഷ്യമിടുന്ന പുതിയ തന്ത്രപരമായ മാറ്റങ്ങളാണ് ഇപ്പോൾ വ്യക്തമായി കാണാനാകുന്നത്. ഇസ്രയേലിലെ പെദഡ്കവയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സുപ്രധാന ഡ്രോൺ നിർമ്മാണ കേന്ദ്രത്തിന് നേരെയുണ്ടായ ഇറാനിയൻ മിസൈൽ ആക്രമണം ഈ മാറ്റത്തിന് ഏറ്റവും ശക്തമായ ഉദാഹരണമായി തന്നെ മാറിയിട്ടുണ്ട്. സൈനിക ആവശ്യങ്ങൾക്കായി നിർണായക ഉപകരണങ്ങൾ നിർമ്മിച്ചിരുന്ന ഈ സൗകര്യം ഗുരുതരമായി തകർന്നതോടെ യുദ്ധത്തിന്റെ സ്വഭാവം നേരിട്ട് പ്രതിരോധ വ്യവസായം ലക്ഷ്യമാക്കുന്ന ഘട്ടത്തിലേക്ക് കടന്നു എന്നത് വ്യക്തമായി കഴിഞ്ഞു. ഈ ആക്രമണത്തിൽ തകർന്നത് എയ്റോസോൾ ഏവിയേഷൻ സൊല്യൂഷൻസ് പ്രവർത്തിച്ചിരുന്ന ഒരു നിർണായക ഡ്രോൺ നിർമ്മാണ കേന്ദ്രമാണ്. ഇസ്രയേൽ സൈന്യത്തിന് ആവശ്യമായ ഈ ഡ്രോണുകൾ, ബോംബ് ഘടകങ്ങൾ, പൈലറ്റ് ഹെൽമെറ്റുകൾ എന്നിവയുടെ വിതരണത്തിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്ന ഈ സൗകര്യം ഇപ്പോൾ പൂർണ്ണമായും പ്രവർത്തനരഹിതമായിട്ടുണ്ട്. സ്ഫോടനത്തിന്റെ ആഘാതം അത്ര ശക്തമായിരുന്നുവെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. കെട്ടിടത്തിന്റെ ഘടന തന്നെ നിലനിൽക്കാത്ത അവസ്ഥയിലേക്കാണ് മാറിയതെന്നും പുനർനിർമ്മാണം പോലും അതേ സ്ഥലത്ത് സാധ്യമല്ലെന്നുമാണ് ഇപ്പോൾ കമ്പനി അധികൃതരും വ്യക്തമാക്കുന്നത്. മിസൈൽ ഫാക്ടറിയുടെ പരിധിക്കടുത്ത് പതിച്ചപ്പോൾ ഒരു വലിയ ഗർത്തവും വ്യാപകമായ ആഘാത മേഖലയും രൂപപ്പെട്ടിരുന്നു. ഈ ആക്രമണം യാദൃശ്ചികമല്ല, മറിച്ച് കൃത്യമായി ലക്ഷ്യമിട്ടതാകാമെന്ന സംശയമാണ് ഉയരുന്നത്. പൊതുജനങ്ങൾക്ക് ലഭ്യമായ വിവരങ്ങൾ ഉപയോഗിച്ച് ഈ കേന്ദ്രത്തിന് സ്ഥാനം തിരിച്ചറിഞ്ഞിരിക്കാമെന്ന അഭിപ്രായം തന്നെയാണ് കമ്പനിയുടെ സിഇഒ മുന്നോട്ട് വെച്ചത്. ഇതിലൂടെ ആധുനിക യുദ്ധത്തിൽ ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് എത്രത്തോളം ശക്തമായ ആയുധമായി മാറിയിരിക്കുകയാണെന്നതും വീണ്ടും തെളിയിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.